നമസ്കാരം. ഒരിടത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള ആദർശത്തിന്റെ ശബ്ദമാണ് കേട്ടത്. അപ്പുറത്ത് കൂടോത്രവും ദുർമന്ത്രവാദവും. കേരളത്തിലെ കോൺഗ്രസിന്റെ വിജയാഘോഷം അവസാനിക്കും മുൻപ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ നൽകുന്നത് ശുഭസൂചനയല്ല. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾക്കും കസേരകളിക്കും ഇടയിൽ തീർക്കാനും തകർക്കാനും ദുഷ്കർമ്മങ്ങളിലാണോ കോൺഗ്രസ് നേതാക്കൾ? വീടിന് മുന്നിൽ കുഴിച്ചിട്ട തകിടുകൾ പുറത്തെടുക്കുമ്പോൾ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസമാണ് കെ സുധാകരന്. ഈ നേരം കൊണ്ട് പാർട്ടിയിൽ പണിയെടുക്കൂ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് പറയേണ്ടി വന്നു. നാഴികയ്ക്ക് 40 വട്ടം നെഹ്റുവിനെ സ്മരിക്കുന്ന നേതാക്കൾ ദുരാചാരങ്ങളുടെ പിടിയിൽ. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഡിവൈഎഫ്ഐയിൽ നിന്നും VK സനോജാണ് ഇടതുപക്ഷത്തിനുള്ള പ്രതിനിധി. ശ്രീകുമാർ മനേൽ രാഷ്ട്രീയ നിരീക്ഷകൻ, N ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ MN കാരശ്ശേരി സാമൂഹ്യ നിരീക്ഷകൻ, ഹരി പത്തനാപുരം അദ്ദേഹം ജ്യോതിഷിയാണ്. ഇത്രയും പേരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ N ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീകുമാർ, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വരവ്, അവരുടെ പ്രവർത്തനം, അവരുടെ സ്ഥാനങ്ങൾ ഇതൊക്കെ അടുത്തറിയുന്ന ആളാണ് താങ്കൾ. ഇത് ഒരാൾ ഉയരുമ്പോൾ അയാളെ തകർക്കാൻ മറ്റൊരു സംഘം വന്ന് കൂടോത്രം വയ്ക്കുന്ന ഒരു പതിവ് കോൺഗ്രസിലുണ്ടോ? ഈ സംഭവങ്ങൾ ഇപ്പോൾ 2018 VM സുധീരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇത് അതിനു മുൻപ് തന്നെ തുടങ്ങിയതാണെന്ന് മറ്റു ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. താങ്കളുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? നോക്കൂ സ്മൃതി, ഇതിൽ വെളിപ്പെടുത്തലുകളൊന്നും ആരും നടത്തിയിട്ടൊന്നുമില്ല. ഇതിൽ കൂടോത്രം കണ്ടെടുത്തു KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ വസതിയിൽ നിന്ന് എന്നൊരു വീഡിയോ പുറത്തു വന്നു. അതിൽ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അവരത് ഓരോന്നും രസകരമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അത് പുറത്തായപ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി സുധാകരനെ അപായപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ച വരികയാണ്. നോക്കൂ സ്മൃതി, ഇത് KPCCയുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ഒരു ബന്ധമുള്ള കാര്യമല്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, കോൺഗ്രസ് പ്രവർത്തകരെ ബാധിക്കുന്ന പ്രശ്നമല്ല, വോട്ടർമാരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, വോട്ടർമാരെ ബാധിക്കുന്ന വിഷയമാണ്. അതല്ലല്ല, ജനങ്ങളുടെ പ്രതിനിധികളായി പാർലമെന്റിലേക്ക് അടക്കം പോയ നേതാക്കൾ ഈ കൂടോത്രത്തിന്റെയൊക്കെ പിടിയിലാണെന്നും ഈ അന്ധവിശ്വാസങ്ങളുടെ പിടിയിലാണ് എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതെങ്ങനെയാണ് അത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമായി മാറുന്നത്? ഇനിയിപ്പോൾ ഇതൊക്കെ ഫലവത്താകുന്ന കാര്യം ആണോ എന്നുള്ള ചർച്ചയിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്. ഇതിലൊക്കെ വിശ്വസിക്കുകയാണ്. രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് K സുധാകരൻ്റെ പ്രതികരണം വരുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ കുഴിച്ചിടുന്നത് ഇദ്ദേഹം അങ്ങ് തകർന്നു പോകട്ടെ എന്ന ഉദ്ദേശത്തിലായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞതായി ഒരു തന്ത്രിയുടെ പ്രതികരണം വന്നല്ലോ. അവിടെ ഇതിന് തന്ത്രം അല്ലെങ്കിൽ എന്താണ് പൂജയൊക്കെ നടത്തിയ തന്ത്രി തന്നെ പറയുന്നു, മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സുധാകരനെ അങ്ങനെ ആകാതിരിക്കാനുള്ള കൂടോത്രം വെച്ചതായിരുന്നു എന്ന്. ഇപ്പോൾ ഇനി അത് പറയേണ്ട കാര്യമില്ല, പ്രശ്നമൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇങ്ങനെ ഓരോരുത്തരും മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ അതിനൊന്നും ഉത്തരവില്ല. കാരണം ഇതൊരു മണ്ടത്തരമാണെന്നേ. ഏതെങ്കിലും നമ്മളൊക്കെ KPCC പ്രസിഡന്റ് ആയാലും ആരായാലും അവരൊക്കെ ശരാശരി മനുഷ്യരാണ്. ആ മനുഷ്യരൊന്നും അല്ലല്ലോ, ഒക്കെ ശരാശരി മനുഷ്യരാണ്. അവർക്ക് വിശ്വാസവും അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്ധമായ വിശ്വാസവും പ്രാകൃതമായ വിശ്വാസവും ഒക്കെ കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരതൊക്കെ പറയും. പക്ഷെ ഔദ്യോഗികമായിട്ട് KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സുധാകരൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസ് നേതാക്കൾ ആരും ഇത് ഗൗരവത്തിൽ എടുത്തിട്ടുമില്ല. അല്ല, അത് എന്താ വിശ്വാസം? അതിപ്പോൾ നമ്മളാണെങ്കിലും ഒരു കാര്യം നമ്മളിങ്ങനെ ഒരു കൂട്ടത്തിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തല പോയേനെ, എൻ്റെ ഉയിര് പോയേന്നൊക്കെ നമ്മൾ തമാശക്കൊക്കെ പറയും. അത് ഗൗരവത്തിലാണോ തമാശയാണെന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് K സുധാകരൻ്റെ വ്യക്തിപരമായ വിഷയമാണ്. അതാണ് നമ്മൾ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു അബിൻ വർക്കി എന്തുകൊണ്ടാണ് പോയി പണിയെടുക്കൂ, ഈ നേരം കൊണ്ട് പണിയെടുത്താൽ കുറച്ച് പാർട്ടിയിൽ വളർച്ചയുണ്ടാകുമെന്ന് അബിൻ വർക്കിക്ക്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്, കോൺഗ്രസ് നേതാക്കളെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ല, അബിൻ വർക്കി മാത്രമല്ല, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും പറയും പണിയെടുക്കാനായിട്ട്. വിശ്വസിക്കാനല്ല കോൺഗ്രസ് നേതാക്കളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതും അംഗീകരിക്കുന്നതും.
അല്ല, ആരാണെങ്കിലും അബിൻ വർക്കി പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയല്ല പറയേണ്ടത്. യൂത്ത് കോൺഗ്രസ് ഇത് കൃത്യമായിട്ട് KPCC പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ നാട്ടിൽ നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ അതിലൊന്നും ഇടപെടുന്ന ആളുകളല്ല. കോൺഗ്രസിന്റെ സംസ്കാരം കൂടോത്രത്തിന്റെ പിന്നാലെയല്ല, നമ്മൾ കുട്ടിച്ചാത്തിന്റെ പിന്നാലെയല്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിശ്വാസികളും അവിശ്വാസികളും ചേർന്നാണ് കോൺഗ്രസ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുട്ടിച്ചാത്തന്മാരിലുള്ള വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരെ ശാസ്ത്രീയ ബോധം വളർത്തി അവരെ തിരുത്തണം എന്ന് യൂത്ത് കോൺഗ്രസിന് പറയണം. അത് യാതൊരു തെറ്റുമില്ല, അത് പറയണോ അവര്. ഭംഗിയായിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് സ്വയം തിരുത്തണം. അതായത് എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാൻ പാടില്ലായിരുന്നു. കാരണം അത് വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചോട്ടെ. പക്ഷേ കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയ്ക്ക്, MP എന്ന നിലയ്ക്കും അത് പരസ്യമായി പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രാകൃതമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ കൂടോത്രം കണ്ടെത്തുന്ന എല്ലായിടത്തും കൂടോത്രം ഇതാ ഇവിടെയുണ്ട് കൂടോത്രം എന്ന് പറഞ്ഞ് അവിടെയെല്ലാം ഒരു ആചാര്യൻ ആണ് വിളിക്കപ്പെടുന്നത്. ആചാര്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായി ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അവിടെയാണ് സംശയം. ശ്രീകുമാർ മനയിൽ, താങ്കളുടെ അറിവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പരിപാടികൾ തുടങ്ങി അങ്ങനെ ഒരു മിനിറ്റ് അല്ല, അതായത് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് അത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊന്നും അല്ലല്ലോ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ ചർച്ചയിൽ ഒരു കാര്യവും പറയാറില്ല. ശ്രീകുമാർ, ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു കാര്യവും പറയാറില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ, താങ്കൾ ഒന്നുകൂടി കേട്ടോളൂ, കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് മാധ്യമപ്രവർത്തകരോട് പറയുമല്ലോ. താങ്കൾക്കും അങ്ങനെ ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നുണ്ടാകും. ഈ വിവരം പുറത്തു പറയേണ്ടതായതുകൊണ്ട് ഞാൻ പറയുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പറയുന്ന ആചാര്യൻ ഒരൊറ്റ മന്ത്രവാദിയുമായിട്ടാണ് എല്ലായിടത്തും സഞ്ചാരം. ഇവിടെ കൂടോത്രമുണ്ട്, ഈ കൂടോത്രം ഇതാ ഇപ്പോൾ കണ്ടെത്തി പുറത്ത് എത്തിച്ചു തരുമെന്ന് പറഞ്ഞ് ഒരാളെ കൂട്ടിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് മുഴുവൻ. കരുണാകരൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഇന്ന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് പോയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയി. വേറെയും ചില നേതാക്കളെ അടുത്ത് പോയിട്ടുണ്ട്, എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. VD സതീശൻ്റെ അടുത്ത് പോയിട്ടില്ലാത്തവരുടെ പേരുകൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പോയിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ പോയി ഈ തകിടുകൾ കണ്ടെത്തുന്നു. ഈ തകിടുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നുണ്ട് ഒരു തകിട് കണ്ടെത്തുന്നത്, അതൊരു മാജിക് ആകാം. ഇതെന്താന്ന് വെച്ചാൽ ഈ സുധാകരൻ്റെ അല്ല, മറ്റൊരു നേതാവിൻ്റെ വീട്ടിൽ പോയി കൈയിൻ്റെ അത്ര ആഴത്തിൽ, ഒരു കൈയുടെ ആഴത്തിൽ കുഴിച്ചെടുത്തിട്ടാണ് പുറത്തേക്ക് ഒരു സാധനം എടുത്തത്. അതിലൊരു തകിടുണ്ടായിരുന്നു, അതിൽ അറബിയിലായിരുന്നു കാര്യങ്ങൾ എഴുതിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തുകയും ആ വീട്ടുകാരാകെ ഭയക്കുകയും അവിടെ കൂടോത്രം നടന്നു എന്ന് പറയുന്നു. ഈ കാണിക്കുന്ന വ്യക്തി ഒരു മജീഷ്യനാണ്. ഈ മജീഷ്യൻ എല്ലായിടത്തേക്കും, ഈ മജീഷ്യനെയും കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സഞ്ചാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഒരു ഗതി. അപ്പോഴത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുകയാണ് രാജ്യത്തുടനീളം, എല്ലാവരോടും ആഹ്വാനം ചെയ്ത് ഇതിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഇന്നിപ്പോൾ പ്രതികരിക്കാൻ പോലും പേരിന് ഒരാളില്ല. താങ്കൾ ഇന്ന് ന്യായീകരിക്കാതെ അവരെ വിമർശിക്കൂ, ആരെങ്കിലും ഒരാൾ പറയൂ. അല്ല ഞാൻ ആരെ ന്യായീകരിച്ചു? സ്മൃതി, ഞാൻ പറയുന്നത് കൂടോത്രത്തിന് കോൺഗ്രസിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. കോൺഗ്രസ് നേതാക്കൾ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ആ സംസ്കാരത്തിൽ ചേർന്നതല്ല. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ ശാസ്ത്രീയ ബോധം നൽകി തിരുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കോൺഗ്രസ് നേതാക്കളെ ന്യായീകരിക്കാൻ നിങ്ങൾ ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലല്ല. അതായത് കെ സുധാകരൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? ആകപ്പാടെ തുറന്നു പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമാണ്. ഞാൻ എല്ലായിടത്തും ആചാര്യനെ കൊണ്ടുപോയി അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ലക്ഷ്യങ്ങൾ ഉണ്ടാകാം ശ്രീകുമാർ. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ആ വീഡിയോയിലെ ഒരു ശബ്ദം, ഒരു ദൃശ്യവും ഈ അദ്ദേഹത്തിൻ്റെതാണല്ലോ. കെ സുധാകരന്റെ ശബ്ദവും അപ്പുറത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഈ കുഴിച്ചെടുക്കുന്ന ആളെയാണ് അവിടെ കാണുന്നത്. അദ്ദേഹമാണ് അത്ര ഈ ആചാര്യൻ. അയാളെ പേര് ഞാൻ പറയുന്നില്ല. തെക്ക് നിന്ന് വന്ന ഒരു ആചാര്യനാണ്. ഇദ്ദേഹത്തെ കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സഞ്ചാരം. എല്ലാവരും കൂടോത്രത്തിന്റെ പിടിയിലാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് വീടിന് ചുറ്റും ഇയാളെ കൊണ്ടുപോവുകയും എവിടെന്നെങ്കിലുമൊക്കെ തകിട് പുറത്തെത്തിക്കുകയും ചെയ്യും. എന്താ കഥ? അല്ല സ്മൃതി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് ഞാൻ പറയും കഥയൊക്കെ ശരി തന്നെയാണെന്നേ. കാരണം ഒരാൾ അങ്ങനെ ഒരു ആചാര്യനോ ആരായാലും ഇങ്ങനെ നടക്കുന്നെങ്കിൽ അതിന് കോൺഗ്രസിന് എന്ത് ബന്ധം? കോൺഗ്രസ് ഇത് അംഗീകരിക്കുന്നില്ല, KPCC അംഗീകരിക്കുന്നില്ല, യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഇത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചർച്ച നടത്താനോ കോൺഗ്രസിന് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കോൺഗ്രസിന്റെ സംഘടനാപരമായ ഒരു ബന്ധവുമില്ല, ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത വിഷയമാണത്. നാണമില്ല ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക്. അതുകൊണ്ട് അവർ ചർച്ച ചെയ്യാൻ വരില്ല. അവരെന്താണ് കോൺഗ്രസ് വക്താക്കൾ
നേതാക്കൾ എന്താണ് ചർച്ചയ്ക്ക് വരാത്തത്? തള്ളി പറയണ്ടേ ശ്രീകുമാർ? ഞങ്ങൾക്ക് കൂടോത്രത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് നടക്കുന്നവർ ഇതാ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറയാൻ പറ്റണ്ടേ? എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ്. അത് രാജ്മോഹൻ ചോദിക്കൂ എന്നാണ് പറയുന്നത്. ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും ഇദ്ദേഹം പോയിട്ടുണ്ടെന്ന് ഈ പറയുന്ന ആചാര്യനൊപ്പം. അല്ലാതെ തള്ളിപ്പറയാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ വെറുതെ അയാൾ പറഞ്ഞ തെറ്റാവേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാത്ത വിഷയമാണെന്ന്. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ പാർട്ടികളിലും വിശ്വാസികളും അന്ധവിശ്വാസികളും കുറഞ്ഞവരാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ? ഇത് അപ്പുറത്തിരിക്കുന്നവൻ എന്നെ തീർക്കാൻ നടക്കുന്നവരാണ്, എന്റെ കസേര കളയാൻ നിൽക്കുന്നവരാണ് എന്ന ഭയമാണോ ഈ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്? കൂടോത്രം വെക്കുന്നവരുണ്ട്, കൂടോത്രം വയ്ക്കപ്പെട്ടവരുണ്ട്, എല്ലാവർക്കും വിശ്വാസമുണ്ട് ഒരുപോലെ. അല്ല സ്മൃതി, എന്നോട് ചോദ്യം എന്താണ്? ചോദ്യമാണ്. ഹലോ, ഇത്രത്തോളം ആത്മവിശ്വാസം കുറഞ്ഞവരാണോ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ? ചോദ്യം എന്താ? അതാണ് ചോദ്യം. സംശയിച്ചു കഴിയുകയാണോ നേതാക്കൾ? അല്ല, ഞാൻ ചോദ്യം ഞാൻ കേട്ടു, എനിക്ക് വ്യക്തമായി. അപ്പം ഞാനൊരു മറുപടി പറയുകയാണ്. ഈ കൂടോത്രം എന്നുള്ള സംഗതി ഇന്ത്യയിൽ ഏതെങ്കിലും ക്രിമിനൽ നിയമപ്രകാരം കുറ്റകരമാണോ? ആണോ? ഇന്ത്യയുടെ ഏതെങ്കിലും ക്രിമിനൽ നിയമപ്രകാരം കൂടോത്രം കുറ്റകരമാണോ? താങ്കൾ പറഞ്ഞോളൂ. സ്മൃതിക്കറിയാമോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ കൂടോത്രം എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ കൂടോത്രം എന്നുള്ള സാധനം വിലക്കിയിട്ടുണ്ടോ? അല്ല, അന്ധവിശ്വാസം ഏതാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. അന്ധവിശ്വാസം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും നിർവചിച്ചിട്ടില്ലല്ലോ. അന്ധവിശ്വാസം ഏതാണെങ്കിൽ ഇല്ല. അപ്പൊ പിന്നെ കൂടോത്രം വിലക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മറ്റേ നിങ്ങൾക്ക് അത് കുറ്റകരമായ ക്രിമിനൽ കുറ്റമായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിക്ക് അയാൾക്ക് ആത്മവിശ്വാസം ഇല്ലാന്നിരിക്കട്ടെ, ആത്മവിശ്വാസം ഇല്ലാതിരിക്കുന്ന വ്യക്തിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ അയാൾക്ക് ഏത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. ക്രിമിനൽ കുറ്റമല്ലാത്ത ഏത് നടപടിയും സ്വീകരിക്കാം. അതാണല്ലോ നമ്മളെ ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞ ഒരു കൃത്യമായ പോയിന്റ് നിങ്ങളാരും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം വിട്ടു കളഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് എന്താണ് പൊളിറ്റിക്സ് ഉള്ളത്? ഈ കൂടോത്രം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയണ്ടല്ലോ, സുധാകരൻ്റെ വീട്ടിൽ വെച്ചു, എക്സിൻ്റെ വീട്ടിൽ വെച്ചു, വൈയുടെ വീട്ടിൽ വെച്ചു. ശരിക്കും ഇതിനകത്ത് എന്ത് പൊളിറ്റിക്സാണുള്ളത്? സുധാകരോട് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ആരോ ധരിച്ചിട്ടുണ്ടാവാം ഈ കൂടോത്രം പോലത്തെ വിവരക്കേടോ മണ്ടത്തരമോ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹം എത്താൻ വേണ്ട പദവിയിലെത്തില്ല എന്ന ഏതോ ഒരു വിഡ്ഢി മന്ന ബുദ്ധി വിചാരിച്ച് കാണും. അതല്ല, അപ്പം ആ വിചാരിച്ച വ്യക്തിയുടെ വിഡ്ഢിത്തരം, അയാളുടെ ബൗദ്ധിക നിലവാര തകർച്ച, അയാളുടെ മണ്ടത്തരം എന്നതിൽ കവിഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇതിലുള്ളത്? യഥാർത്ഥത്തിൽ എന്താണ് ചോദ്യം ചെയ്യേണ്ടതില്ല. ക്രിമിനൽ നിയമം അനുസരിച്ച് കുറ്റകരമായ ഒരു പ്രവൃത്തിയാണെങ്കിൽ മാത്രം ചർച്ച ചെയ്താൽ മതി. മണ്ടത്തരം കൊണ്ടു നടക്കുന്ന നേതാക്കളെ വിമർശിക്കേണ്ടതില്ല. അതാണ് താങ്കളുടെ അഭിപ്രായം? മണ്ടത്തരം എത്ര വേണമെങ്കിലും ആവാം. ഇല്ല, ഇപ്പൊ സ്മൃതി പരുത്തിക്കാട് സ്മൃതി പരുത്തിക്കാട് മണ്ടത്തരം കൊണ്ടു നടന്നാൽ അതിന്റെ റിപ്പോർട്ടർ ചാനലിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകണല്ലോ. സ്മൃതി പരുത്തിക്കാട് മണ്ടത്തരം കൊണ്ടു നടക്കുന്ന പോലെയല്ല ഇവിടുത്തെ ഒരു MP, ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നുള്ളത്. എന്താ പിന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾ ഇല്ല അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായിരുന്നു, പത്രപ്രവർത്തനമാകുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു പാർലമെന്റ് അംഗം അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇത്തരം കാര്യങ്ങൾ കടന്നു വരികയും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇതിൻ്റെ നിഴൽ വീഴുകയും അത് അയാളുടെ കൃത്യനിർവഹണത്തെയും രാഷ്ട്രീയ ബോധത്തിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാം, താനത് പോകൃത്തറിയി കാണിക്കാന്നുള്ളൂ. അതല്ലാത്ത കാലത്തോളം ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി അദ്ദേഹം പൂമൂടൽ നടത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ, എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു ഭാര്യ നടത്തി, ഞാൻ എന്ത് ചെയ്യാനാ? ഇതിപ്പോ DK ശിവകുമാർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സംഹരിക്കാനല്ല, കൂടോത്രം എന്താണ്? ഒരാളെ നശിപ്പിക്കാൻ, ഒരാളുടെ വളർച്ചയെ തടയാനുള്ള ദുർമന്ത്രവാദം എന്ന രൂപത്തിലാണല്ലോ അതിനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലേ? ഒരാൾ വളരരുത്, അയാൾക്ക് മുഖ്യമന്ത്രി കസേര ലഭിക്കരുത്. സ്മൃതി കൂടോത്രത്തിനേക്കാൾ വലുതാണ് DK ശിവകുമാർ പറഞ്ഞ ഈ ബലി കൊടുക്കൽ. അത് നിങ്ങൾക്ക് അറിയാമോ? ഡയമെൻഷൻ രണ്ടപ്പുറത്ത് അതിർത്തി തർക്കം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഒരാളുടെ രാഷ്ട്രീയം ഇത്തരം വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നില്ല? കാരണം നമ്മൾ ഞാൻ അമ്പലത്തിൽ പോകാറില്ല, എനിക്ക് ദൈവവിശ്വാസമില്ല, ഞാനൊരു നോൺ ഡിവൈനായിട്ടില്ല ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ അമ്പലത്തിൽ പോകുന്ന ഒരാൾ അന്ധവിശ്വാസമാണ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ വിശ്വാസമാണ് എനിക്കുള്ളത്.
ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന അയാൾ അന്ധവിശ്വാസം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ ബോധ്യം അതാണ്. പക്ഷെ അയാളുടെ ബോധ്യം അതായിരിക്കണം എന്നില്ല. അവനവന്റെ നല്ലതിനു വേണ്ടി അല്ലെങ്കിൽ അവനവന്റെ ചുറ്റുമുള്ളവരുടെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും അന്ധവിശ്വാസത്തെയും ഒരേ രൂപത്തിലാണോ താങ്കൾ കാണുന്നത്? താങ്കൾ ഒരു എത്തിസ്റ്റ് ആയതുകൊണ്ട് താങ്കൾക്ക് എല്ലാം അന്ധവിശ്വാസമായി തോന്നുന്നുണ്ടാകാം, അതൊരു ഗുരുതരമായ വിഷയമായിട്ടും കാണുന്നുണ്ടാകുന്നില്ല. പക്ഷെ ഒരാളെ അങ്ങോട്ട് തീർക്കാൻ ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം അത് ഈ രാഷ്ട്രീയ നേതാക്കൾ തന്നെ പരസ്പരം ചെയ്യുന്നു എന്നിടത്ത് താങ്കൾക്ക് ഒരു അത്ഭുതവും തോന്നുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. ഇല്ല, ഇത് രാഷ്ട്രീയ നേതാവാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏത് രാഷ്ട്രീയ നേതാവ് ചെയ്തത്? സുധാകരന്റെ എതിർപ്പുണ്ടാകുന്ന ഒരു വ്യക്തി രാഷ്ട്രീയ നേതാവ് തന്നെ ആകണമെന്നില്ല. അദ്ദേഹത്തിന് പല കാര്യങ്ങളും എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഒരുതരം ഇൻഫറൻസ്, അനുമാനങ്ങളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി ഒരാൾ ചെയ്തു, അദ്ദേഹം KPCC പ്രസിഡന്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം 1.5 ലക്ഷം വോട്ടിന് ജയിച്ചത് കണ്ണൂരിൽ നിന്ന്. ഈ കൂടോത്രം 1 വർഷം മുമ്പാണ് ചെയ്തെന്നാണല്ലോ പറയപ്പെടുന്നത്. ഈ കൂടോത്രം ചെയ്തതിനു ശേഷം അദ്ദേഹം ഒരു 1.5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചത്. അപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടൊക്കെ ഇതിനകത്ത് എന്ത് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അബിൻ വർക്കി പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം വെച്ചാൽ ഇതൊന്നും നോക്കി നടക്കേണ്ട സമയമല്ല ഇത്. 2 വർഷത്തിന് ശേഷം ഒരു 1.5 വർഷം ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, വളരെ വിധി നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് UDF നേരിടുമ്പോൾ ഈ കൂടോത്രം എന്ന് പറഞ്ഞ മണ്ടത്തരം വിഡിത്തരം പറഞ്ഞു നടക്കുന്ന യൂസ്ലെസ്സുകളെ ഈ പാർട്ടിയിൽ നിന്ന് കളയണം. അത് കാര്യം സംശയമില്ല. അത് അബിൻ വർക്കി പറഞ്ഞ 100% ശരിയാണ്. പക്ഷേ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടോ അല്ല, ഇത് ആരാ ചെയ്തെന്ന് നിങ്ങൾ പറഞ്ഞത്? ഈ കൂടോത്രം പക്ഷേ ഏത് നേതാവ് വശമെന്ന് പറഞ്ഞ് ചെയ്തവരും വിശ്വസിക്കുന്നവരും എല്ലാം ഒരേ ഗണത്തിൽ പെടില്ലേ? നിങ്ങൾക്കറിയാമോ? അല്ല, ആരാണ് വച്ചതെന്ന് പറയാതെ വച്ചല്ല അയാളെ പുറത്താക്കാൻ പറ്റുള്ളൂ. ഇത് സ്മൃതി, ഇതെല്ലാം അനുമാനങ്ങളാണ്. ഈ അനുമാനങ്ങളുണ്ട്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന നേതാവ് ഓരോയിടത്തും ഈ കൂടോത്രം കണ്ടെത്താൻ ഈ ആചാര്യരുമായി സഞ്ചരിക്കുമ്പോൾ ഓരോയിടത്തും ഓരോ നേതാക്കളാണ് ഇതാ നിങ്ങളെ തീർക്കുന്നത് ഇന്ന നേതാവാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അത് ആരുടെയും പേര് പറയുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ആ പേരുകൾ. എനിക്ക് വിവരം തന്ന ഒരു കോൺഗ്രസ് നേതാവിൽ ആ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നിപ്പോൾ ചെന്നിത്തലയും രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കൂ എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ നേരിട്ട് ചോദിക്കാൻ ഈ നേതാക്കൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാന പാട്ട് എന്താണെന്നറിയോ? ഈ ആചാര്യരുമായി അദ്ദേഹം ഓരോ സ്ഥലത്തും പോകുന്നു. ഈ ആചാര്യൻ കുഴിച്ച് ഈ ചരടും തകിടുമൊക്കെ പുറത്തെടുക്കുന്നു, പൈസ കൊടുക്കുന്നു. 10,000 മുതൽ മേലോട്ടാണ്. 10,000 ഏറ്റവും ചെറിയ തുകയാണ്. 10,000 മുതൽ മുകളിലേക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ കൗൺസിലിംഗ് നടത്തുന്ന ഇദ്ദേഹമാണ്. നോക്കൂ, ഇദ്ദേഹം വലിയ ആചാരൻ, ഇദ്ദേഹം കണ്ടുപിടിച്ചിരിക്കും എന്ന് പല സ്ഥലങ്ങളിലായിട്ടും അവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ വിശ്വസിപ്പിക്കുന്ന ഈ ആചാരനെ പറ്റി പുകഴ്ത്തി പറഞ്ഞ് ഓരോ സ്ഥലത്തും ഒരൊറ്റ ആളെ കൊണ്ട് ഇദ്ദേഹം പോവുകയാണ്. ഇതിലൊരു സംശയം നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. ഞാൻ DYFയുടെ പ്രതിനിധി VK സനോജിലേക്ക് പോവുകയാണ്. സനോജ്, ഇതിപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഈ വാർത്തയോട് പ്രതികരിച്ചത് കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നമാണ് ഈ കൂടോത്രം എന്നതാണ്. അദ്ദേഹം അത് പറഞ്ഞു ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ചിരിച്ചു തള്ളാവുന്ന ഒന്നായിട്ടാണോ കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഉയരുന്ന ഈ തെളിവുകൾ? അങ്ങനെയാണോ? അതിനെ ചിരിച്ചു തള്ളാവുന്ന വിഷയമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഗോവിന്ദ മാഷ് ആ കാര്യത്തെ ശുദ്ധാസംബന്ധം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം കാര്യങ്ങളെല്ലാം എടുക്കുന്ന നിലപാട് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇപ്പം എനിക്ക് മുന്നേ സംസാരിച്ച 2 പേർ, അതിലൊന്ന് ശ്രീകുമാർ എന്നാണ് പേരെന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ സ്ക്രീൻ കാണുന്നില്ല. രണ്ടാമത് സംസാരിച്ച ആളും ഈ 2 ആളുകളും ഇതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ആളുടെ ചർച്ചയാണ് കൂടുതൽ എനിക്ക് കേൾക്കാൻ പറ്റിയത്, രണ്ടാമത്തെ അത്ര വ്യക്തത ഉണ്ടായിരുന്നില്ല. ഏതായാലും ന്യായീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കെ സുധാകരനായി കഴിഞ്ഞാലും രാജ്മോഹൻ ഉണ്ണിത്താനായി കഴിഞ്ഞാലും അവർ കേവലം കോൺഗ്രസിൻ്റെ മാത്രം നേതാക്കന്മാരല്ല, അവർ പാർലമെൻറ്റ് അംഗങ്ങളാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകൾ, അവരാണ് സമൂഹത്തെ ഏറ്റവും ശരിയായ നിലയിൽ നയിക്കേണ്ടത്. അപ്പം അവരെ സ്വാധീനിക്കേണ്ടത് ജനങ്ങളുടെ അഭിപ്രായങ്ങളും യുക്തിബന്ധമായ നിലപാടുകളൊക്കെ ആയിരിക്കണം. പക്ഷേ ഇതിപ്പോൾ ഇവർ എങ്ങനെയാണ് ജനങ്ങളുടെ ഇച്ഛ നടപ്പാക്കുന്നവരായി മാറും എന്ന് ഇവർക്ക് വോട്ട് ചെയ്ത സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അപ്പം ജനങ്ങളുടെ ആഗ്രഹത്തിനപ്പുറം അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിനപ്പുറം ഏതെങ്കിലും മന്ത്രവാദി വന്ന് പറഞ്ഞാലോ ഏതെങ്കിലും മന്ത്രവാദിയുടെ താല്പര്യപ്രകാരമോ പല കാര്യങ്ങളും നടത്തുന്ന അതിൻ്റെ നടത്തിപ്പുകാരായിട്ട് ഇവർ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. സുധാകരൻ എന്താ പറഞ്ഞത്?
യഥാർത്ഥം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുധാകരനെ പോലുള്ള ആളുകൾ എന്നെ ഇതൊന്നും ബാധിക്കില്ല, എനിക്ക് എതിരായിട്ട് ആര് എന്ത് ഇത്തരം നീക്കങ്ങൾ നടത്തിയാലും അതിൽ ഞാൻ തള്ളിക്കളയും എന്ന് പറയേണ്ടതിന് പകരം ജീവൻ കിട്ടിയത് ഭാഗ്യം എന്നാണ് പറഞ്ഞത്. ഉയിര് പോയില്ലല്ലോ, എനിക്ക് കുറേ കാലമായിട്ട് കാലുവേദന ഉണ്ടായിരുന്നു, എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ജോത്സ്യൻ്റെ അടുത്തൊക്കെ പോയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു, എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവല്ലേ, ഇതിൽ പരം തെളിവ് വേണോ? പണ്ട് ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇതാ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു എന്നാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം യുക്തിഭദ്രമായിട്ടുള്ള സയൻറ്റിഫിക് ടെമ്പർ നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരു നേതാവിൻ്റെ പാർട്ടിയായിരുന്നു ഇത്. ഇതിപ്പോൾ നെഹ്റുവിൻ്റെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് ഇത് മാറി. ഇതിപ്പോൾ ആർക്കെതിരെ വെച്ചു എന്നൊക്കെയുള്ളത് കോൺഗ്രസിലെ മറ്റ് ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൂടി പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതിപ്പം സുധാകരൻ്റെ അനുയായികൾ പറയുന്നത് VD സതീശൻ വെച്ചു എന്നാണ്. അപ്പോൾ സുധാകരൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരും എന്നാണ് ഇപ്പം കോൺഗ്രസിൻ്റെ സുധാകരൻ അനുകൂലികൾ പറയുന്നത്. അപ്പോൾ സുധാകരൻ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ സുധാകരൻ്റെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന വിധത്തിലേക്ക് VD സതീശനും സംഘവും അങ്ങ് ശ്രമിക്കുന്നു എന്നാണ് ഇപ്പം അവർ പറയുന്നത്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള അഭിപ്രായ ഐക്യമൊക്കെ നമുക്കറിയാലോ. പത്രസമ്മേളനത്തിൽ സുധാകരൻ എന്താണ് VD സതീശനെ വിശേഷിപ്പിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് ഇവർക്കിടയിലുള്ള ഈ ഐക്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. അതുകൊണ്ട് ഈ ഐക്യം ഇങ്ങനെ ശക്തിപ്പെടുന്ന സന്ദർഭത്തിലാണ് സുധാകരനെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് വരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും മോശമല്ല, അദ്ദേഹം ഇത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ആളുകൾ ധരിക്കുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ സമ്മതിക്കുമോ, ഇങ്ങനെയൊക്കെ ആളുകൾക്ക് മുന്നിൽ തുറന്നു പറയാൻ ഒരു മടിയില്ലാതെ ഈ കാര്യങ്ങൾ പോയത്. അപ്പോൾ ആളുകൾക്ക് ഇത് അത്ഭുതമാണ്. ഇപ്പോൾ കോൺഗ്രസ് എത്രമാത്രം അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ ഇത് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ നല്ല ശാസ്ത്രബോധം ഉയർത്തിപ്പിടിക്കുന്ന, യുക്തിബോധം ഉയർത്തിപ്പിടിക്കുന്ന, ജനങ്ങളെ ആ നിലയിൽ നയിക്കാൻ ശേഷിയുള്ള ഭരണാധികാരികളാണ്. അപ്പം ആ പ്രതീക്ഷ മുഴുവൻ അട്ടിമറിച്ചാണ് നമ്മുടെ ഈ നവോത്ഥാന കേരളത്തെ പിറകോട്ട് നയിക്കുന്നവരായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ മാറിയത്. ചെറിയ നേതാക്കന്മാരല്ല, കേരളത്തിലെ കോൺഗ്രസിനെ ആകെ നയിക്കുന്ന നേതൃത്വമാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ കോൺഗ്രസിൻ്റെ മറ്റ് മുതിർന്ന നേതാക്കന്മാർ ധൈര്യം കാണിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങളോട് ഉത്തരം പറയേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു നിലപാടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കാർക്കും ഇപ്പോൾ മനസ്സിലായിട്ടില്ല. അത് സുധാകരൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പറയാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് വേറെ ആളില്ലാത്തത്. മറ്റ് പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും പറയാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ സുധാകരനെ പോലുള്ളൊരു നേതാവ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എന്തുകൊണ്ട് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് പറയുന്നില്ല, അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം പറയുന്നില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത്. ശരി, പ്രൊഫസർ MN കാരശ്ശേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ജ്യോതിഷിയിലേക്ക് പോവുകയാണ്. ഹരി പത്തനാപുരം. ശ്രീ ഹരി പത്തനാപുരം, ഇപ്പോൾ ഈ ആസുരഭാവത്തിൽപ്പെട്ടതാണ് കൂടോത്രം നടത്തുന്ന ചില ക്ഷേത്രങ്ങൾ തന്നെയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. വടക്കോട്ടേക്ക് 1-2 ക്ഷേത്രങ്ങളുടെ പേരും ഞാൻ കേട്ടിരുന്നു. ശത്രു സംഹാര പൂജയാണ്. അപ്പോൾ ഈ കൂടോത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാളെ അങ്ങോട്ട് അവസാനിപ്പിക്കുക, അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കൂടോത്രങ്ങളുണ്ടോ? അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള കൂടോത്രങ്ങളുണ്ടോ? എന്താണ് ഇതിൻ്റെ ഒരു സ്വഭാവം? എന്താണ് കൂടോത്രങ്ങൾ നടത്തപ്പെടുന്ന ക്ഷേത്രങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് എനിക്ക് ആദ്യത്തെ ഒരു അറിവാണ്. കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കൂടുപാത്രം നടത്തി കൊടുക്കുമെന്ന്. ക്ഷേത്രവുമല്ല, ഒരു പരസ്യം പോലും ഞങ്ങൾ ഇവിടെ കൂടുപാത്രം ചെയ്തു കൊടുക്കപ്പെടും എന്നില്ല. എല്ലാവരും ചെയ്യുന്നത് ശത്രുസംഹാര ശത്രുസംഹാര അർച്ചനയും ഹോമത്തെ പറ്റിയൊക്കെ ആയിരിക്കും താങ്കൾ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ക്ഷേത്രങ്ങളിൽ ഉള്ളതിനെ പറ്റി. പക്ഷെ അത് പുറത്തുള്ള ശത്രുവിനെ സംഹരിക്കണമേ എന്നുള്ളൊരു ശത്രു സംഹാരമല്ല, ഉള്ളിലുള്ള ശത്രുവിനെ, നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ, വ്യക്തമായിട്ട് അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള മതമാത്സര്യ മോഹങ്ങളെ, നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, നമ്മളിൽ ഉള്ളിലുള്ള ആസുരികതയെ അത് ഹനിച്ചു തരണമേ, നമ്മളെ ഒരു നല്ല മനുഷ്യനാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. പുറത്തുള്ള ശത്രുവിനെ നമ്മളങ്ങനെ അർച്ചന ഇടാൻ എന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്നെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, എന്റെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, എന്റെ ഉള്ളിലെ മതമാത്സര്യ മോഹങ്ങളെ സംഹരിക്കണമേ, എന്നെ ഒരു നല്ല മനുഷ്യനാക്കണമേ. ആവശ്യമില്ലാത്ത ചിന്താഗതികളോ മറ്റൊരാളെ ദ്രോഹിക്കണമെന്ന ചിന്തയോ മറ്റൊരാൾ നശിച്ചെങ്കിലേ എനിക്ക് നന്നാവാൻ കഴിയൂ എന്നുള്ള ചിന്തയോ ഇല്ലാതെ എന്നെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പരിപാടി എന്താണ്? ഈ തകിട് പലയിടത്തും കണ്ടെത്തിയത് എന്തായിരിക്കാം? ഈ തകിടിന്റെ പരിപാടി അതിലേക്കാണ് ഞാൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ
ഇത് ഈ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് സുധാകരൻ സാറ് അദ്ദേഹം ഒരു വിശ്വാസി ആയതുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കോൺഗ്രസിലെ തന്നെ മറ്റാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ശത്രുക്കളോ ഒന്നും കൊണ്ടുവച്ചതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മുതുകാടിനോ അല്ലെങ്കിൽ ഫാസിൽ ബഷീറിനോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കൈയടക്കം. ഇപ്പൊ ഒരു മാജിക്, നമ്മളിപ്പോ മുതുകാട് സാറിന്റെ മാജിക് പണ്ട് നമ്മൾ അത്ഭുതത്തോടു കൂടി ക്യാമറയുടെ മുമ്പിൽ നിന്ന് കാണും, തലയൊക്കെ അറുത്തു മാറ്റുന്നത്. പിന്നീടാണ് അതിന്റെ ടെക്നിക്കൊക്കെ നമുക്ക് പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് ഒക്കെ എഴുതി ഭദ്രമായി ലോക്കറിൽ വെച്ചിട്ട് കളക്ടറുടെ ഒക്കെ സാന്നിധ്യത്തിൽ അത് എടുത്തിട്ട് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും എന്ത് അത്ഭുതമാണ്. പക്ഷെ അതൊക്കെ ആ സമയത്ത് ഒരു കൈയടക്കത്തിൽ ചെയ്യുന്നതാണ്. അങ്ങനെ കൈയടക്കത്തിൽ ഒരാൾ എടുത്ത് കാണിച്ചത് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടൊരു വിശ്വാസിയായ സുധാകരൻ സാർ അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാവും, കാരണം വിശ്വാസിയാണ്. പക്ഷെ ഇതിലൊരു അപകടം എന്താ അറിയാവോ, ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു വിശ്വാസി, അങ്ങനെയുള്ള വിശ്വാസികൾ ചിന്തിക്കും എനിക്കൊരു അസുഖം വരുന്നത് ഈ തരത്തിലുള്ള ആഭിചാരം കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ അവർ ആ രോഗത്തിന് ചികിത്സ തേടാതെ പോയാൽ അതാണ് ഇതിലെ ഒരു അപകടം. അപ്പൊ അത്തരത്തിൽ പോകാതിരിക്കാൻ ഇത്തരം ഈ നേതൃസ്ഥാനത്തുള്ള ആളുകൾ തന്നെ എന്നാ എന്നെ കൂടാത്രം ചെയ്ത് അങ്ങ് നശിപ്പിച്ച് കാണിക്കട്ടെ എന്ന് പറയണേ. ഈ കൂടാത്രമൊക്കെ ചെയ്തിട്ട് സുധാകരൻ സാർ വലിയ വിജയവും ഒക്കെ നേടുകയൊക്കെ ചെയ്തല്ലോ. ഇത് പണമെടുക്കാൻ വേണ്ടി ഒരാൾ, ഇത് പല വീടുകളിലും നടന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കഥകൾ അതിനു മുമ്പ് തന്നെ ഈ തകിടുകളൊക്കെ പുറത്തെടുത്തു. അപ്പോൾ വിജയം ചിലപ്പോൾ തകിട് പുറത്തെടുത്തുകൊണ്ടുള്ള വിജയമായിട്ട് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാകാം. ഇത് 1.5 വർഷം ശരിയാണ്. ആരോഗ്യ പ്രശ്നം അല്ല, അദ്ദേഹത്തിന് അതിനുശേഷം ആരോഗ്യപരമായ ബുദ്ധിമുട്ട്. ഇത് ഞാൻ പറയില്ലേ, മാനസികമായി അദ്ദേഹത്തിന് ഇത് എടുത്തത് കൊണ്ട് എനിക്ക് നല്ല ഉന്മേഷം കിട്ടിയെന്ന് തോന്നിയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാനസിക സംഘർഷം കൊണ്ടുള്ളത് മാറിക്കിട്ടും. മനസ്സിലായില്ലേ? ഇത് തകർക്കാനും പറ്റും, മാറിക്കിട്ടും എന്നുള്ളത് പോലെ എനിക്കാടോ ആഭിചാരം ചെയ്തു എന്ന് തോന്നിയാൽ നാളെ എന്നെ മാനസികമായിട്ട് ഇത് തളർത്താം, എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ വരാം, എനിക്ക് എന്റെ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വരാം. അപ്പൊ ആ ഒരു ചിന്ത മാറ്റണം. ഈ ആചാരം അനാചാരം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റി നിർത്തണം. ആചാരങ്ങൾ നല്ലതാണ്, അനാചാരങ്ങളാകുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. ശരി, ഡോക്ടർ MN കാരശ്ശേരി, ഇത്രയും കേട്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നി? ഈ തകിടുകൾ കിട്ടുന്നതൊക്കെ വലിയ രൂപത്തിലാണ്. കാരണം വീടിന് പുറകിൽ ഒരു കൈയുടെ ആഴത്തിൽ കുഴിച്ച് തകിട് പുറത്തെടുക്കുന്നു. മറ്റൊന്ന് ഈ DCC ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്, അത് കാസർഗോഡാണ്. അവിടെ ഓഫീസിന് മുന്നിൽ കെട്ടിയ അവിടെ കൊടി കെട്ടി അരമണിക്കൂറിനകം കൊടിയിൽ നിന്ന് കിട്ടുകയാണ് തകിട്. ഇങ്ങനെ പല രൂപത്തിലാണ് തകിട് കിട്ടുന്നത്. എല്ലായിടത്തും തകിട് കണ്ടുപിടിക്കാൻ ഒറ്റ ആചാരനേ ഉള്ളൂ. എൻ്റെ സ്മൃതി, എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശയാണിത്. എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ രാഷ്ട്രീയം എവിടെയാണ് എത്തിയത്, അത് ഉൽപ്പാദിപ്പിക്കുന്നത്, അത് കൊണ്ടു നടക്കുന്നവരൊക്കെ ചില അധികാര ദല്ലാൾമാർ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ചില യുവതികൾ, ഇപ്പോൾ ഇതാ ചില കൂടോത്രക്കാർ. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ രാഷ്ട്രീയ കൂടോത്രം എന്ന് പുതിയൊരു കൂടോത്രം ഉണ്ടായിരിക്കുകയാണ്. ഇതിപ്പോൾ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ശിവകുമാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താ രസം, കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കുകൾ കുറച്ച് കാലമായിട്ട് വേറെ മാനങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ അറിയാണ്. എൻ്റെ സുഹൃത്ത് പത്രപ്രവർത്തകൻ ശ്രീകുമാർ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി വിയോജിപ്പാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതൊരു വ്യക്തിയുടെ കാര്യമാണെന്ന്. ഇത് വ്യക്തിയുടെ കാര്യമല്ല. കെ സുധാകരനോ രാജ്മോഹൻ ഉണ്ണിത്താനോ വെറും വ്യക്തികളല്ല. അവർ ഇവിടുത്തെ വളരെ കേരളത്തിലെ 2ാമത്തെ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരാണ്. KPCC പ്രസിഡൻ്റാണ് ഒരാൾ, 2 പേരും നമ്മുടെ ലോക്സഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇത് നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചു. ഞാനൊരു മറുചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പം മദ്യം കഴിക്കുന്നത് കേരളത്തിൽ നിയമവിരുദ്ധമല്ല. ഇവരാരെങ്കിലും മദ്യം കഴിച്ച് രംഗത്ത് വരുമോ? അപ്പോൾ നിയമത്തിൻ്റെ അപ്പുറത്ത് ധാർമ്മികത എന്നൊരു സാധനമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മാതൃക എന്താണ്? അപ്പോൾ ജ്യോതിഷ് പറഞ്ഞല്ലോ, ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. അതുപോലും ശ്രീകുമാർ തിരിയുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അബിൻ വർക്കി അത് പറയാനുള്ള ഉശിര് കാണിച്ചു, ശ്രീകുമാർ അത് കാണിക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, ഇവരൊക്കെ എന്താണ്, ഇപ്പോൾ എനിക്കതിൽ വിശ്വാസമല്ല, ഏത് അവിടെ കുടിച്ചിട്ടാലും ഒന്നുമില്ല എന്നാണ് കെ സുധാകരൻ പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ തടി രക്ഷപ്പെട്ടല്ലോ എന്നാണ്. അപ്പോൾ പിന്നെ ഈ കൂടോത്രം എന്ന് പറയുന്നത് നേരെ പറഞ്ഞ ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ
ഭൗതികാതീതമായ ശക്തികളെ നമ്മുടെ സ്വാർത്ഥത്തിന് വേണ്ടിയോ വേറൊരാൾക്കെതിരായിട്ടോ ഉപയോഗിക്കുന്നതിനാണ് കൂടോത്രം എന്ന് പറയാം. അപ്പോൾ ഇതെന്താണ്? വേറൊരാൾക്ക് ദ്രോഹം വരാൻ വേണ്ടിയാ. അപ്പോൾ അവനവൻ്റെ മനസ്സ് ശുദ്ധവാനാണെങ്കിൽ വല്ലോൻ്റെ വീട്ടിൽ കൊണ്ടുപോയി തകിട് കുടിച്ചിട്ടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ശത്രു സംഹാരം എന്നൊക്കെ പറഞ്ഞത് എന്താണ്? അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ മനസ്സിൽ സങ്കല്പിക്കേണ്ടതുണ്ട്. അല്ലാതെ എൻ്റെ കാമം, എൻ്റെ കോപം, എൻ്റെ ലോഭം, എൻ്റെ മോഹം, എൻ്റെ മതം, എൻ്റെ മാത്സര്യം ഇതൊക്കെ പോകാൻ വേണ്ടി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുട്ടിച്ചാത്തനെ സേവിക്കുന്നത് എന്തിനാണ്? കുട്ടിച്ചാത്തനെ സേവിക്കുന്നത് ശത്രുവിനെ ഉപദ്രവിക്കാനാണ്. കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രങ്ങൾ കേരളത്തിൽ പലതുണ്ട്. അതിൻ്റെ പരസ്യം നമ്മൾ തൃശ്ശൂരിലൊക്കെ ഉള്ള അതിൻ്റെ പരസ്യം നമ്മൾ പത്രത്തിൽ കാണുന്നതല്ലേ. അപ്പോൾ വേറൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് എല്ലാ മതങ്ങളിലും എല്ലാ മതപാരമ്പര്യത്തിലുണ്ട്. ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയ്ക്കുള്ള അറബി മലയാളത്തിലെ ഇത്തരം ആഭിചാര കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് വലിയ തമാശ, ഉപകാരം എന്നാ. വേറൊരു പുസ്തകത്തിൻ്റെ പേര് പരോപകാരം എന്നാണ്. അപ്പോൾ ഇത് ക്രിസ്ത്യൻ ചർച്ചിലുണ്ട്. യൂറോപ്പിൽ റിനൈസാൻസിൻ്റെ കാലത്ത് നടന്ന പ്രധാനപ്പെട്ട ഒരു പണി ഇത്തരം ബ്ലാക്ക് മാജിക്, വിച്ച് ക്രാഫ്റ്റ്, അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണമായിരുന്നു. അപ്പോൾ ഭരണഘടന പിടിച്ച് എപ്പോഴും ആവർത്തിക്കുന്നപ്പം കഴിഞ്ഞ പാർലമെൻറ്റൊക്കെ എന്താണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കൊടി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അത് ശരിയല്ലേ? ശരിയാണ്. അതിൽ ഒരു വാക്യമുണ്ട്, അത് ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തതാണെന്നാണ് എൻ്റെ ധാരണ. നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നേരത്തെ ഉണ്ട്. ഇന്ദിരാഗാന്ധിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരുന്നത്. 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതായത് നമ്മുടെ മൗലികമായ ചുമതല ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതിൽ 11 എണ്ണമുള്ളതിൽ എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ 8ാമത്തേത് പറയുന്നത് യുക്തിചിന്തയും ശാസ്ത്രീയ ബോധവും പ്രചരിപ്പിക്കുക എന്നാണ്. അത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് പലവട്ടം ആവർത്തിക്കപ്പെട്ടു. അദ്ദേഹം അതിന് അർഹനാണ്. അദ്ദേഹം യുക്തിചിന്ത ഉയർത്തിപ്പിടിച്ച ഒരാളാണ്, ശാസ്ത്രബോധം ഉയർത്തിപ്പിടിച്ച ഒരാളാണ്, എല്ലാ അന്ധവിശ്വാസങ്ങൾക്ക് എതിരായിരുന്ന ഒരാളാണ്. അപ്പോൾ കെ സുധാകരനോ രാജ്മോഹൻ ഉണ്ണിത്താനോ ഉത്തരവാദപ്പെട്ട ലോക്സഭാ മെമ്പർമാരാണെങ്കിൽ യുക്തിചിന്തയ്ക്കെതിരായിട്ട് ശാസ്ത്രബോധത്തിനെതിരായിട്ട് പറയാനോ പ്രചരിപ്പിക്കാനോ മൗനം കൊണ്ട് അതിനെ അനുവദിക്കാനോ അവർക്ക് പാടില്ല. അവരത് തൊട്ട് സത്യം ചെയ്ത് മെമ്പർമാരായ ആളുകളാണ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, 100% സാക്ഷരതയുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളമാണിത്. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്? കൂടോത്രക്കാരാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ ജയലളിതയ്ക്ക് ഇവിടെ മലയാളിയായ ഒരു പണിക്കരുടെ വലിയ സേവനം കിട്ടിയിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? നമ്മുടെ ഈ നേതാക്കന്മാരെ എങ്ങനെ വിശ്വസിക്കും? ഇവർക്ക് ഇത്തരം കെ സുധാകരൻ 1 കൊല്ലം കഴിഞ്ഞാലും 1.5 കൊല്ലം കഴിഞ്ഞാലും പറയേണ്ടതെന്നാണ് എനിക്കതിൽ വിശ്വാസമില്ല എന്നാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അതിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് എൻ്റെ പരിമിതമായ ധാരണ വെച്ച് ഞാൻ പറയാണ്, ഭരണഘടനാ വിരുദ്ധമായ ഒന്നാണ്. ഒരു MP അങ്ങനെ പറയാൻ പാടില്ല. കാരണം യുക്തിരഹിതമായ ഒന്ന്. വലിയ തമാശ, 2500 കൊല്ലം മുമ്പ് യുക്തിയെപ്പറ്റി സംസാരിച്ച പ്രധാനപ്പെട്ട ആളുടെ പേര് ശ്രീബുദ്ധൻ എന്നാണ്. കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട്, കാരണമുണ്ടെങ്കിൽ കാര്യമുണ്ട് എന്നുള്ള യുക്തിചിന്ത ഉയർത്തിപ്പിടിച്ച ബുദ്ധനാണ്. ഇതിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് വിശ്വസിക്കുക മാത്രമല്ല ശ്രീമൻ കാരശ്ശേരി ചെയ്യുന്നത്, വിശ്വസിപ്പിക്കുക കൂടിയാണ്. ഓരോ സ്ഥലത്തും ചെന്ന് നേതാക്കളെ വിശ്വസിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത് വിശ്വസിക്കണം, ഇയാളെ വിശ്വസിക്കണം, ഇവിടെ കൂടോത്രമുണ്ട് എന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമായൊരു പണിയാണ്, ജനവിരുദ്ധമായ പണിയാണ്, കോൺഗ്രസ് വിരുദ്ധമായ പണിയാണ്. കോൺഗ്രസിൻ്റെ ഇതിനെതിരായിട്ട് കോൺഗ്രസിനകത്ത് ആൾ സംസാരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അപജയമാണ് അത് കാണിക്കുന്നത്. ഇത് തെറ്റാണ്. ഇത് വ്യക്തിപരമായ കാര്യമല്ല, ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായിട്ട് നിയമം കൊണ്ടുവന്നു. എവിടെ? മഹാരാഷ്ട്രയിൽ. അതിനുവേണ്ടി നരേന്ദ്ര ദാബോൽക്കർ എന്ന് പറയുന്ന മഹാനായ യുക്തിവാദി അദ്ദേഹത്തിൻ്റെ ജീവൻ ബലി കൊടുത്തിട്ടുണ്ട്. 67ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ഹിന്ദു മതമൗലികവാദികൾ വെടിവെച്ച് കൊല്ലുകയാണ്. 4ാമത്തെ ദിവസമാണ് അദ്ദേഹം 1983 തൊട്ട് കൊണ്ടുവരുന്ന ഒരു നിയമം, ഒരു അനാചാര ദുരാചാര വിരുദ്ധ നിയമം അവിടെ പാസ്സാവുന്നത്. പിന്നീട് വിശ്വാസം എന്ത് അന്ധവിശ്വാസം എന്ത് എന്ന ചർച്ചകളിൽ അത് മുങ്ങിപ്പോയി. അതെനിക്ക് സനോജിനോടാണ് ചോദിക്കാനുള്ളത്. സനോജിലേക്ക് വരും മുമ്പ് ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾ പറഞ്ഞത്
വ്യക്തിപരമായുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞല്ലോ. വ്യക്തിപരമായി മാത്രമല്ല കേട്ടോ. ഈ കണ്ണൂർ DCC ഓഫീസിൽ നിന്ന് ഈ തകിടെടുക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തനയെ കൂടി അവിടെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ഓഫീസിൻ്റെ 2nd ഫ്ലോറിൽ നിന്നാണ് ഈ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ച ഇടത്തു നിന്നാണ് തകിട് പുറത്തെടുക്കുന്നത്. അപ്പോൾ അവിടെ തകിടുകൾ കിട്ടിയപ്പോൾ DCCയിൽ നിന്ന് കിട്ടിയതായ പാർട്ടി ഫണ്ടിൽ പാർട്ടിയുടെ തുകയാണ്, പാർട്ടിയുടെ പൈസയാണ് 10,000 രൂപ എടുത്തു കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന മട്ടിൽ കാണണ്ട. പാർട്ടി പൈസ എടുത്തു കൊടുത്തിട്ടാണ് ഈ കൂടോത്രം അവിടെ ഒഴിപ്പിക്കുന്നത്. നോക്കൂ സ്മൃതി, ഞാൻ പറഞ്ഞത് വ്യക്തിപരമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് KPCCയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു രാഷ്ട്രീയമായ മാനം നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. കാരശ്ശേരി മാഷ് ഞാനതിനെ ന്യായീകരിച്ചു എന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മളുടെ DYFI നേതാവും അങ്ങനെ പറഞ്ഞു. ഞാൻ ന്യായീകരിച്ച എന്താണ്? കോൺഗ്രസിനെയാണ് ന്യായീകരിച്ചത്. കൂടോത്രം എന്ന് പറഞ്ഞ സാധനം പ്രാകൃതമാണ്. നമ്മൾ എന്തൊക്കെയാണ് പ്രാകൃതമായിട്ട് കാണുന്നത്? പ്രാകൃതമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന പാർട്ടി അധ്യക്ഷന് ഇതിൽ ഒരു പങ്കുമില്ല എന്നെങ്ങനെയാണ് താങ്കൾ പറയുക? അദ്ദേഹം അതിൽ വിശ്വസിക്കുകയാണ്. കൂടോത്രം ചെയ്ത കാര്യങ്ങൾ അവിടെ നിന്ന് എടുത്ത ശേഷം അയാൾക്ക് പ്രതിഫലം നൽകുകയാണ്. നോക്കൂ സ്മൃതി, നമ്മുടെ മുമ്പിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാർട്ടി പ്രസിഡന്റിനെയും അതുപോലെ ആചാര്യനെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. ആ വീഡിയോയിൽ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി തരുന്ന വിവരങ്ങളുമുണ്ട്. ശ്രീ N. ശ്രീകുമാർ, പരസ്യമായി പറഞ്ഞാൽ ഇനി അവർക്കെതിരെ അടുത്ത പരസ്യമായിട്ട് പറയട്ടെന്നേ. അല്ല, അവർ രഹസ്യമായിട്ട് എന്തിനാ പറയുന്നത്? പരസ്യമായിട്ട് പറയട്ടെ. കോൺഗ്രസ് നേതാക്കൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അതുവരെ ഞാൻ പറയുന്നത് ഞാൻ KPCCയെ ന്യായീകരിക്കുന്നത് ഞാൻ ഈ കോൺഗ്രസുമായി പക്ഷമുള്ള ഒരു പത്രപ്രവർത്തകനായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനാണ് ന്യായീകരിക്കുന്നത്. നോക്കൂ സ്മൃതി, ഞാൻ ഒരു കാര്യം പറയാം. എന്താണ് കൂടോത്രം? പ്രാകൃതമാണ്. നവകേരളത്തിലെ പലതും പ്രാകൃതമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മുഖ്യമന്ത്രി, നവകേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞു. എന്താണ്? ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നത് രക്ഷാപ്രവർത്തനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് പ്രാകൃതമാണ്. കാരണം മന്ത്രവാദി ഒരാളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന എന്താ? ചൂരിലുകൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നതാണ്. ചൂരിലുകൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചിട്ട് ആ മന്ത്രവാദി പറയാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കുകയാണെന്നാണ്. അതുപോലാണോ ചെടിച്ചട്ടികൊണ്ട് തലക്കഴിക്കുന്നത്? അതും ഒരു പ്രാകൃതമാണ്. ആ പ്രാകൃതമായ ആ ഉന്മൂലനം അതൊക്കെ ഒരു ഉന്മൂലനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കൂടോത്രം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്ത, ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വിഷയമാണ്. ഇത് ചർച്ച ചെയ്തേ അടങ്ങൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ DYFIയുടെ ശ്രീ സനോജ് പറഞ്ഞു കോൺഗ്രസ് അപകടത്തിൽപ്പെട്ടു. കോൺഗ്രസ് ആണോ അപകടത്തിൽപ്പെട്ട ശ്രീ സനോജ്? ഇപ്പോൾ കോൺഗ്രസ് 18 സീറ്റ് ജയിച്ച് നിൽക്കുകയല്ലേ? ജയിച്ചതിന്റെ ആഘോഷം കഴിഞ്ഞതിന് മുമ്പാണ് ഈ അന്ധവിശ്വാസത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ശ്രീ N. ശ്രീകുമാർ, ഇതെന്താണ് ഇവിടെ CPM-നെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്നില്ലല്ലോ. മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ ദിവസങ്ങളോളം മാധ്യമ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ KPCC പ്രസിഡന്റിനെതിരെ വിമർശനം വരുമ്പോൾ ഉടനെ ഈ തരത്തിലുള്ള താരതമ്യം ഒട്ടും ശരിയല്ല. ഈ വിമർശനത്തിന് മറുപടി പറയാൻ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാക്കളും വന്നിട്ടില്ല. താങ്കൾക്കും അറിയാം. ഇന്ന് ചെന്നിത്തല പോലും അത് ഉണ്ണിത്താനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു ഒഴിയുകയാണ് ചെയ്തത്. ആകെ പറഞ്ഞത് ഒരു അബിൻ വർക്കിയാണ്. യൂത്ത് കോൺഗ്രസ് മൊത്തം എടുത്ത നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അബിൻ വർക്കി എന്നൊരൊറ്റ നേതാവേ വേണ്ടിയിട്ടുള്ളൂ ഈ രൂപത്തിൽ. അല്ലല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞല്ലോ. നിങ്ങൾ അതൊക്കെ അങ്ങനെ പറയരുത്. അത് ഞാൻ പറയുന്നത് നോക്കൂ. എന്തുകൊണ്ടാണ് ഞാൻ ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞത്? ഒരു മന്ത്രവാദി ഒരാളെ രക്ഷിക്കുന്നത് എങ്ങനെയാ? അടിച്ചിട്ടാണ്. അത് പ്രാകൃതമല്ലേ? അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? അതിനെ ചെയ്യുന്നത് അല്ലാണ്ട് മാത്രമല്ല. അല്ല സ്മൃതി, ഇപ്പൊ ചർച്ച ചെയ്യാൻ പാടില്ല. രണ്ടും രണ്ട് വിഷയമാണ്. ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യില്ല, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് പറഞ്ഞുകൂടാ. ഇല്ലാത്ത കാര്യങ്ങളാണ്. രണ്ട് വിഷയമല്ല. നിങ്ങൾ അങ്ങനെ പോകണ്ട. ഇത് രണ്ട് വിഷയമല്ല. എന്ത് ചെയ്തു നമ്മൾ പ്രാകൃതമായ വിഷയത്തെ കുറിച്ച് വിഷയത്തെ നമ്മൾ വീണ്ടും എടുക്കേണ്ടി വരും. പ്രാകൃതമായ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടാത്ത വിഷയം ചർച്ച ചെയ്യണമെന്ന് എന്തിനാണ് ശഠിക്കുന്നത്? ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്തോളൂ. പക്ഷേ കോൺഗ്രസിനെ ബന്ധപ്പെടുത്തി, കോൺഗ്രസിന്റെ പാരമ്പര്യത്തെ ബന്ധപ്പെടുത്തി, നെഹ്റുവിനെ ഉൾപ്പെടുത്തി അത് ചർച്ച ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് കേൾക്ക്.
അല്ല ഞാൻ പറയട്ടെ പ്ലീസ്. അല്ലല്ല ഞാൻ പറയട്ടെ, അവിടേക്കൊന്നും പോകണ്ട. ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ ജവഹർലാൽ ഒരുപാട് ചർച്ചയിൽ അല്ല ഈ അല്ല ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല പറയാനോദിക്കൂ. ഞാൻ പറഞ്ഞത് ഒരു മന്ത്രവാദി ചൂരലുകൊണ്ട് അടിക്കുന്ന നമ്മൾ കാണാറില്ല. എന്നിട്ട് എന്താ പറയുന്നത്? പോകൂ, ദോഷം പോകൂ എന്നല്ലേ പറയുന്നത്. അത് പ്രാകൃതമാണ്. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതാണ് പ്രാകൃതം എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഒന്നല്ലേ? അതെന്താ സ്മൃതി അല്ലെന്ന് പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കുക. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ കൂടോത്രം തന്നെ വേണമെന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ സ്മൃതി. ഇവിടെ നമ്മളതൊക്കെ പലവട്ടം ചർച്ച ചെയ്തതല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടോത്രം എന്നുള്ള പ്രാകൃത ചിന്ത കോൺഗ്രസ്സുകാർ വെച്ച് പൊറിപ്പിക്കുന്ന വിഷയമല്ല. കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ല. ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിനോട് യോജിക്കുകയാണ് ശ്രീ എൻ ശ്രീകുമാർ. ചെയ്യാൻ പറയരുത്, അതാണ്. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ വ്യക്തിപരമായിട്ട് സ്മൃതിയോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊന്നും പാർട്ടിയുടെ തലയിൽ വെച്ച് കെട്ടേണ്ട കാര്യമില്ല. അങ്ങനെ പാർട്ടി ഓഫീസിൽ പരിശോധിച്ച് തകടിരിട്ടിയപ്പോൾ പാർട്ടിയുടെ പൈസയല്ലേ എടുത്തു കൊടുത്തത്? അതെങ്ങനെയാ അത് പാർട്ടിയുടേതല്ലാതാവുന്നത്? അല്ലെ ഞാൻ പറയട്ടെ. അതായത് ഞാൻ പറയുന്നത് KPCCയുടെ തീരുമാനം അന്ധവിശ്വാസങ്ങൾക്കും പ്രാകൃത ആചാരങ്ങൾക്കും എതിരാണ്. അത് KPCC തീരുമാനമാണ്, AICC തീരുമാനമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തീർത്താം. അതായത് നമ്മൾ ഈ അന്ധവിശ്വാസത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മളെല്ലാം ചർച്ച ചെയ്യണ്ടേ സ്മൃതി? രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യണ്ടേ? പാലക്കാട് CPMന്റെ പ്ലീനത്തിൽ ഒരു തീരുമാനം എടുത്തു. എന്താണ് തീരുമാനം? അന്ധവിശ്വാസത്തെക്കുറിച്ച് തീരുമാനമാണ്. അവർ നടപ്പാക്കിയോ? അവർ നടപ്പാക്കെങ്കിൽ അവർ ബില്ല് കൊണ്ടുവരണമായിരുന്നു. മനുഷ്യബലി എന്നുള്ള സംഭവം ഉണ്ടായ ശേഷം ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നതിനെ കുറിച്ച് വലിയ ചർച്ച നടന്നു. അത് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം എന്താണ് അത് പാസ്സാകാതെ പോയത്? അന്ധവിശ്വാസം വിശ്വാസം തമ്മിൽ അറിയാനാവാത്ത, അല്ലെങ്കിൽ വേർതിരിച്ചാൽ അത് അപകടമാകും എന്നൊരു തോന്നലിൽ നിന്നാണോ അതിൽ നിന്ന് പിന്നാക്കം പോയത്? അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ കോൺഗ്രസിൻ്റെ വക്താവ് ശ്രീകുമാർ വളരെ വലിയ സാമർത്ഥ്യം പ്രകടിപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോവുകയാണ്. അപ്പോൾ പ്രാകൃതമായ കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, സിഖ് കൂട്ടക്കൊലയും പ്രാകൃതമായിരുന്നു, ധീരജിനെ കൊന്നത് പ്രാകൃതമായിരുന്നു, കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് മൂലം ഹനീഫയെ കൊന്നത്, ലാൽജിയെ കൊന്നത്, പുതിയ വീട്ടിൽ ബഷീറിനെ വിറകുവടി കൊണ്ട് എറിഞ്ഞു കൊന്നത് KSUക്കാരായിരുന്നു പഴശ്ശിരാജ ക്യാമ്പസിൽ മട്ടന്നൂരിൽ. അതുകൊണ്ട് പ്രാകൃതമായ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വേറൊരു തലത്തിൽ ചർച്ച ചെയ്യാം ഈ കാര്യത്തിലാണെങ്കിൽ. ഇവിടെ വിഷയത്തിലേക്ക് വന്നാൽ അദ്ദേഹം പറയുന്നത് KPCC പങ്കില്ല എന്നാണ്. നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? അല്ല ഞാൻ പറയട്ടെ, KPCCയുടെ പ്രസിഡന്റ് അയാൾക്കെതിരായിട്ട് വന്ന ഇത്തരം ഒരു കാര്യത്തെ ആ അർത്ഥത്തിൽ തള്ളിപ്പറയുന്നതിന് പകരം എൻ്റെ ജീവൻ നിലനിന്നല്ലോ, എൻ്റെ ഉയിര് പോയില്ലല്ലോ എന്ന് ആശ്വസിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു KPCCയുടെ നേതാവ് MP കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ KPCCക്ക് വലിയ ശാസ്ത്രബോധമുള്ള യുക്തിചിന്തയുള്ള നിലപാടുണ്ടെങ്കിൽ പിന്നെ ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാവണ്ടേ? ഇവർ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല. ഇതിനെല്ലാം ന്യായീകരിക്കുന്ന പ്രസിഡന്റിനെ സംരക്ഷിക്കുകയും ഇത്തരം നിലപാട് സ്വീകരിച്ച MPയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ? അപ്പം നിങ്ങൾ ആരോടാണ് ഈ തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? അപ്പോൾ ഇതൊന്നും നിങ്ങൾ പറയുന്ന ഒട്ടും യുക്തിഭദ്രമല്ല. പിന്നെ ഇവർക്ക് ഇതിനൊന്നും അധികം തള്ളിപ്പറയാനും കഴിയില്ല. ഇവരുടെ എല്ലാ കാലത്തും പല നേതാക്കന്മാരും ഇത്തരം ചന്ദ്രസ്വാമിയെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ചതും ഡൽഹി രാഷ്ട്രീയത്തിനകത്ത് ഇവരുടെ എല്ലാം സ്വാധീനം എത്രമാത്രമായിരുന്നെന്നും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് വന്നാൽ, ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് വളരെ പുരോഗമനമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഈ രാഷ്ട്രീയ നേതൃത്വം ശരിയായ നിലയിൽ അതിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ മുന്നോട്ട് നയിക്കേണ്ടതിന് പകരം കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാക്കന്മാരാണ് പുറകോട്ട് നയിക്കാൻ ആവശ്യമായ നീക്കം നടത്തിയത്. ഇപ്പം നോക്ക്, നമ്മുടെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ എത്രമാത്രം അന്ധവിശ്വാസങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസവും കടന്നു വരുന്നത്. അതിൻ്റെ പരസ്യങ്ങൾ, അതിൻ്റെ വിൽപ്പന പരസ്യങ്ങൾ, യഥാർത്ഥത്തിൽ കുബേർ കുഞ്ചി, മറ്റേ ധനാഗമന യന്ത്രം, എന്താ പറയുക, മണി പ്ലാന്റ് തുടങ്ങി തകിട്, അതുമായി ബന്ധപ്പെട്ട കച്ചവടം, ഇതെല്ലാം വലിയ രൂപത്തിൽ കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. അതിൻ്റെ എല്ലാം പരസ്യങ്ങൾ മുഖ്യധാരാ പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തിൽ കൊണ്ടുവരികയാണ്. ഇതിനെല്ലാം വലിയ കൃത്യമായ മൂലധന താല്പര്യമാണ്, ലാഭമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എന്തും ചെലവാവുന്ന ഒരു നാടായിട്ട് കേരളത്തെ മാറ്റുന്ന സമയത്ത് സുധാകരനെ പോലെയുള്ള, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ
അത്തരം കാര്യങ്ങൾക്ക് സാധൂകരണമാണ് ഉണ്ടായിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തെ പുറകോട്ട് നയിക്കുന്ന കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ തിരുത്താൻ കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും മുന്നോട്ട് വരണം, അത് തെറ്റാണ് എന്ന് പറയണം. പിന്നെ കേരളത്തിൽ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട നിയമം അതിൻ്റെ കരട് തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്താൽ നല്ലത് തന്നെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു നിരോധനം കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന അഭിപ്രായം കേരളത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയണമല്ലോ, നമ്മളിവിടെ അത് നിരോധിക്കാനുള്ള ഒരു ആലോചന നടത്തിയിട്ടുണ്ടെങ്കിലും പറയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട കരട് തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലായത്. അതിനെക്കുറിച്ചൊരു കാര്യം കരട് തയ്യാറായി എന്നാണ് തീർച്ചയായിട്ടും. സതീഷ് ഒരു മിനിറ്റ്. ശ്രീകുമാർ മനയിൽ 2015 ഫെബ്രുവരി ജനുവരി അല്ല, ഞാനത് പറയുന്നത് കേൾക്കുക. 2015 ജനുവരി ഫെബ്രുവരി മാസത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ കേരള നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു ബില്ല് അന്ന് ആഭ്യന്തരമന്ത്രി തന്നെ രമേശ് ചെന്നിത്തല പൈലറ്റ് ചെയ്തൊരു ബില്ല് വന്നു നിയമസഭയിൽ. ആ ബില്ല് പിന്നീട് എനിക്ക് തോന്നുന്നത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പോവുകയും അങ്ങനെ പോയിട്ട് പിന്നെ ഗവൺമെൻറ് മാറുകയും പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ഇല്ലാതെ പോവുകയും ചെയ്തതാണ്. എനിക്ക് തോന്നുന്നൊരു 8-9 വർഷം മുമ്പ് ഇത്തരത്തിലൊരു ബില്ല് കേരള നിയമസഭയിൽ വന്നു. അങ്ങനെ വലിയ രമേശ് ചെന്നിത്തലയാണ് അത് പൈലറ്റ്, എനിക്ക് കൃത്യമായി ഓർമ്മേണ്ടത്. അങ്ങനെ ഒരു ബില്ല് വന്നിട്ട് പിന്നെ ആ ബില്ലിന്റെ ഭാവി എന്താണ്, അതിന്റെ വിധി എന്താണെന്ന് അറിയാൻ പറ്റില്ല. പിന്നീട് വീണ്ടും പല ചർച്ചകളായിട്ട് ചെന്നിത്തലക്ക് അത്ര ആർജവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കുമെന്ന് പറഞ്ഞു? നിങ്ങൾ വലിയ ആവേശത്തിൽ ചെന്നിത്തലയുടെ പേര് ഇപ്പൊ പറഞ്ഞല്ലോ. അങ്ങനെ രാഷ്ട്രീയ നേതാവാണ് ചെന്നിത്തലയെങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം കാണിക്കണ്ടേ? രാഷ്ട്രീയ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? എന്തുകൊണ്ട് കാണിച്ചിട്ടില്ല? അല്ല, രമേശ് ചെന്നിത്തല എന്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഞാനല്ലോ. ഇവിടെ നിങ്ങൾ ന്യായീകരിക്കല്ല. നേതാക്കന്മാര് കോൺഗ്രസ് കാലത്ത് കൊണ്ടുവന്നു, അന്ന് പാസ്സായില്ല. പിന്നീട് ഇടതുപക്ഷം ഈ പറഞ്ഞ മാതിരി ഇവിടെ മനുഷ്യബലി നടന്നല്ലോ, ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു എന്നുള്ള വലിയ ഒരു സംഭവം പുറത്തു വന്ന ശേഷമാണ് ഈ ആവശ്യം വീണ്ടും ശക്തിപ്പെട്ടത്. ഇതിന്മേലുള്ള ചർച്ചകൾ നടന്നു. പിന്നെ അത് അവിടെ അവസാനിക്കുകയാണ്. എന്തുകൊണ്ടത് പാസ്സായില്ല എന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണ്. പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിലെ മത സാമുദായിക സംഘടനകളെ അലോസരപ്പെടുത്താൻ അതാണ് പുതിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നാക്കം പോയിരിക്കുന്ന സാഹചര്യമാണ് പുതിയ സാഹചര്യം. താങ്കളിപ്പോൾ 2015 കാര്യം പറഞ്ഞല്ലോ. 2015 ചെയ്ത കാര്യം പോലും 2024 ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. ശ്രീ ഹരി പത്തനാപുരം, ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രശ്ന പരിഹാരകനാണല്ലോ DK ശിവകുമാർ. ആ DK ശിവകുമാർ തന്നെ പറയുകയാണ്, ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തെ തകർക്കാൻ ഇവിടെ വലിയ രീതിയിൽ മൃഗബലി ഉണ്ടായി, ദുർമന്ത്രവാദം നടന്നിരിക്കുന്നു. വടക്കുള്ളൊരു ക്ഷേത്രത്തിലാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറയുകയും ചെയ്തു. പിന്നീട് അത് വിവാദമായപ്പോൾ ആ ക്ഷേത്രത്തിൽ നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പിന്നെ മാറ്റി പറയുകയും ചെയ്തു. അത് എത്രത്തോളം ആടിനെ ബലി കൊടുത്തു, എത്ര കന്നുകാലികളെ ബലി കൊടുത്തു എന്നടക്കമുള്ള 3 കന്നുകാലികൾ, 42 ആട്, 5 പന്നികൾ, ഇതൊക്കെ ബലി നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ യാഗത്തിനും പല പേരുകളുമുണ്ട് കേട്ടോ. ശത്രുഭൈരവി യാഗം, രാജകണ്ഠക, മരണമോഹന സ്തംഭന യാഗം, ഇങ്ങനെയൊക്കെയുള്ള യാഗങ്ങളുണ്ടോ? ശ്രീ സ്മൃതി, ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു KPCC ഓഫീസ്, അതായത് DCC ഓഫീസിൽ ചെന്നപ്പോ ഒരു സാധനം എടുത്തതിന് 10,000 രൂപയാണ് കിട്ടിയത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ എടുത്തപ്പോൾ ഏകദേശം ലക്ഷത്തോളം രൂപ. എനിക്ക് വിവരം തന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം 10,000 രൂപ എടുത്തപ്പോൾ അത് ചെറിയ തുകയാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചു. ഇതാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അത്രേ കുറഞ്ഞ തുകയാണ് 10,000. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിനകത്തൊരു സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാൻ ഒരു കുബുദ്ധി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, ഒരു മാജിക്ക് പഠിച്ച ഒരു കുബുദ്ധി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ബഹുമാന്യനായ DK ശിവകുമാർ, ഇവരൊക്കെ വിശ്വാസികളാണ് സ്മൃതി. സ്വാഭാവികമായിട്ട് അവരെ ഇത്തരത്തിൽ പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോൾ അവർ ഭയക്കും. പിന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആചാര
ഗ്രന്ഥങ്ങളിലോ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ചില പേരുകൾ ഉപയോഗിച്ചാൽ വിശ്വാസികൾ കൂടുതൽ ഭയപ്പെടും. കാരണം ഈ ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ ഏറെയും സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പല ഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ട് ഏത് പേര് പറഞ്ഞാലും ഈ കേൾക്കുന്ന ഒരു വിശ്വാസിയെ ഭയപ്പെടുത്താൻ അത് ഇടയായിത്തീരും. ഇതിനകത്ത് ഒരു ദുഷ്ടനായ ക്രൂരനായിട്ടുള്ള ഒരാൾ ഇത്തരം വിശ്വാസികളായിട്ടുള്ള ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണ്. പിന്നെ എനിക്ക് പ്രിയപ്പെട്ട സ്മൃതിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, ഈ ചർച്ച ഇന്നുകൊണ്ടങ്ങ് അവസാനിപ്പിക്കണം. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഈ ചർച്ച പോകുന്നില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ 1 മണിക്കൂറോളം ഇരുന്നിട്ട് കംപ്ലീറ്റ് സംസാരിച്ചത് രാഷ്ട്രീയമാണ്. ഇവിടെ ആചാരം എന്ത്, അനാചാരം എന്ത് എന്നുള്ള നിലയിലേക്ക് ഒരു ചർച്ച ഇതിൽ വന്നിട്ടേ ഇല്ല. ഇത് കേൾക്കുമ്പോഴും വിശ്വാസികളെ സംബന്ധിച്ച് അവർ ആശങ്കയിലാണ്. ആരെങ്കിലും കൂടുപാത്രം ചെയ്യുമോ? ഇത് വലിയ തോതിൽ നിങ്ങളിപ്പോ ചർച്ച ചെയ്തെങ്കിൽ എത്രയോ കാലങ്ങളായി ചെറിയ തോതിൽ ചില കുടുംബങ്ങളിൽ സഹോദരങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ കൂടുപാത്രങ്ങൾ പറഞ്ഞ് ആളുകൾ ഭയപ്പെടുത്തി പണമടിക്കുന്നു. അമ്മായിയമ്മയെയും മരുമകളെയും തമ്മിൽ, നാത്തൂന്മാരെ തമ്മിൽ, അമ്മായിയപ്പനെയും മരുമകനെയും തമ്മിൽ കുടുംബങ്ങളെ ഛിദ്രമാക്കുന്ന തരത്തിൽ എത്രയോ കാലമായി നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തില് ഈ കൂടുപാത്രത്തിന്റെ പേര് പറഞ്ഞ് ചില ആളുകൾ പണമടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചർച്ച രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി പോകുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുകയല്ല. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത, ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഈ വിശ്വാസത്തിന്, ഈ അന്ധവിശ്വാസത്തിന് പിറകെ പോകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിലോ കോൺഗ്രസും BJP-യും തമ്മിലുള്ള പ്രശ്നമല്ല, കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്. നോക്കൂ, ഒരു നേതാവിനെ മറ്റൊരു നേതാവ് വളർത്താൻ അനുവദിക്കില്ല, തീർക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കുകയാണ്. എന്തൊരു ആശങ്കയിലാണ് ഓരോ നേതാക്കളും ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഈ പറയുന്ന ഈ പോയ ആൾ, ഈ പണമോഹിയായിട്ടുള്ള ആള് പറഞ്ഞു കൊടുത്തതാണ് മറ്റൊരാളുടെ പേര്. ഇത് തന്നെയാണ് ചെറിയ കുടുംബത്തിൽ ഒരു സഹോദരനാണെന്ന് പറയുക, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ തമ്മിൽ അടിയുണ്ടാക്കുക. ഇത് വലിയ തോതിൽ ഇവർ ഇതൊരു വിശ്വാസികളായതുകൊണ്ടാണ് അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിലൊരു നിയമം കൊണ്ട് നിരോധിച്ചാൽ ഇത് തീരുന്ന ഒരു കാര്യമല്ല. ഇതിൽ വിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാകണം. വിശ്വാസികളല്ലാത്ത ആളുകൾ എത്ര പറഞ്ഞാലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത് മുഖവിലേക്ക് എടുക്കില്ല. വിശ്വാസത്തിനുള്ളിൽ നിന്ന് മൂവ്മെന്റ് ഉണ്ടാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ താഴെ കമന്റ് വരും, നിനക്കിത് വിശ്വാസം ഇല്ലെങ്കിൽ നിർത്തിക്കൂടി. കാരണം ഇത് പറയുന്ന ആൾ എന്താ ചിന്തിക്കുന്നത്? ഈ കൂടുമാത്രവും ആഭിചാരവും മറ്റൊരാളെ തകർക്കുന്നതുമാണ് ഹൈന്ദവ ആചാരം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്താനും മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. അപ്പൊ വേണ്ടത് ശരിക്കും തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ്. കെ സുധാകരൻ സാർ ഇറങ്ങിയിട്ട് പറയണമായിരുന്നു, കൂടുപാത്രമൊക്കെ അവൻ അവിടെ എത്ര എണ്ണം വെച്ചോട്ടെ, എനിക്ക് ധൈര്യമുണ്ട്, എന്നെ ഇതൊന്നും ബാധിക്കില്ല, വെച്ചവനെ തന്നെ ബാധിച്ചോളൂ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന മലയാളികൾക്കിടയിൽ, സാധാരണക്കാരായ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ധൈര്യം അത് അദ്ദേഹം കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം. ശരി, എൻ ശ്രീകുമാർ, അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കെ സുധാകരൻ വരേണ്ടതല്ലേ? അന്നിപ്പോൾ ഈ വീഡിയോ പുറത്തു വരുമെന്ന് അദ്ദേഹവും കരുതിയല്ല, വീഡിയോ ആരോ പുറത്തുവിട്ടതാണ്. ഇതൊക്കെ കണ്ടെടുക്കുന്ന കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. എന്തായാലും വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്, ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ. അപ്പോൾ അദ്ദേഹം അത് വിശ്വസിക്കുകയും ഭയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനിയെങ്കിലും ഇതിലൊരു വിശദീകരണം അദ്ദേഹം നൽകേണ്ടതല്ലേ? ഈ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിനാണ് നേതാക്കൾ. സ്മൃതി, ഇതിലെന്തുകൊണ്ടാണ് രാഷ്ട്രീയം വന്നത് എന്ന് നമ്മുടെ ശ്രീ ഹരി ചോദിച്ചല്ലോ. ആ രാഷ്ട്രീയമാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഇത് കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരികയാണ് ഇതിനെ കൂടോത്രത്തെ. KPCCയുടെ തീരുമാനമുണ്ട്, AICCയുടെ തീരുമാനമുണ്ട്. അന്ധവിശ്വാസവും അനാചാരവും അതുപോലെ അയിത്തവും എതിർക്കപ്പെടണം. പ്രാകൃതമായ ചിന്താഗതികൾ പാടില്ല. അപ്പോൾ ഉണ്ട് എന്ന് ഒരാൾ പറയുമ്പോൾ ഇല്ല എന്ന് പിറ്റേന്ന് പറഞ്ഞാൽ ന്യായീകരിക്കേണ്ട കാര്യം എന്താ? അത് അടിയുറച്ച തീരുമാനമാണ്. ശരി, അങ്ങനെ അതിനെ ന്യായീകരിക്കുന്ന കോൺഗ്രസ് നേതാവിനെതിരെ എന്ത് നടപടി വേണമെന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്? അങ്ങനെ ചോദിക്കൂ. അതായത് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായി പറഞ്ഞു. അത് അദ്ദേഹത്തോട് പറയേണ്ടതെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിലെ ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിങ്ങൾക്ക് ഈശ്വര വിശ്വാസിയാകാം, നിങ്ങൾക്ക് നിരീശ്വരവാദിയാകാം, പക്ഷേ പ്രാകൃത ചിന്താഗതിയിൽ വിശ്വസിക്കരുത്. മന്ത്രവാദി ഒരാളെ തല്ലുന്നത് രക്ഷിക്കാനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതൊക്കെയാണ് കോൺഗ്രസ് പഠിപ്പിച്ചിട്ടുള്ളത്. താങ്കൾ പറയുന്നത് പോലുള്ള വാചകങ്ങൾ തുറന്ന് പുറത്തു പറയാത്തത് അല്ലാതെ എന്തിനാ പറയുന്നത്? അത് ഓൾറെഡി ഉള്ളതാണല്ലോ. അതായത് കോൺഗ്രസ് ഇങ്ങനെ ദിവസവും ഞങ്ങൾ ഗാന്ധിയൻ പാർട്ടിയാണ്, ഞങ്ങൾ സോഷ്യലിസ്റ്റാണ്, ഞങ്ങൾ ഐക്യത്തിനെതിരെ പറയേണ്ട കാര്യമുണ്ടോ? വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അവരെ പശ്ചാത്തലത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്.
ശ്രീകുമാർ, ഇത് അത് ചർച്ച തെളിയിക്കാൻ ചെയ്യുന്നത് ഏറ്റവും എളുപ്പം. ഈ കോൺഗ്രസ് അത് ഒരു തെളിയിക്കാൻ കൂടോത്ര നിങ്ങൾക്ക് പാർട്ടിയാണ് എന്ന കോൺഗ്രസിന്റെ രീതിയിൽ നിലപാട് തെളിയിക്കാൻ വ്യാപകമായ രീതിയിൽ ഏറ്റവും ചർച്ചയ്ക്ക് എളുപ്പമുള്ള കൊണ്ടുവരുന്നു. വഴി കൂടോത്ര ഇന്നലെ ഒരു ഈ ചാനലിൽ സുധാകരനെയും നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ കേട്ടത് രാജ്മോഹൻ ഉണ്ണിത്താനെയും കൂടോത്ര അല്ല പരസ്യമായി ഞാൻ പറയട്ടെ കൂടോത്ര പ്രദേശ് കോൺഗ്രസ് സുധാകരനെയും കമ്മിറ്റി രാജ്മോഹൻ ഉണ്ണിത്താനെയും നിലപാട് കമ്മിറ്റിക്ക് ശരിയല്ല അഭിവാദ്യങ്ങൾ എന്ന് എന്ന് നിങ്ങളുടെ നിങ്ങൾ ചാനലിൽ പറഞ്ഞാൽ പറയുന്നത് ഞാൻ കേട്ടു. കോൺഗ്രസിന്റെ അത് ആര് നിലപാട് പറഞ്ഞിട്ടാണ് ജനങ്ങൾക്ക് കൂടോത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയാനായിട്ട്? രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ വിഭാഗമല്ലേ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി? അങ്ങനെയൊക്കെ പറയാൻ പാടുവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആരാണ് എത്തിച്ചത്? ആർക്കും എന്തും അതൊരു വിശ്വസിക്കാം. പരിഹാസമായി കണ്ടാൽ മതി. ആ പരിഹാസത്തിലേക്ക് പരിഹാസമാകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ നേതാക്കൾ എത്തിക്കുകയല്ലേ ശ്രീ എൻ ശ്രീകുമാർ? ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങനെ പരിഹസിക്കാനുള്ള ചെണ്ടയല്ല കോൺഗ്രസ് എന്ന് ആ മനസ്സിലാക്കുക. ചെണ്ടയല്ല, ഇത് തന്നെയാണ് പല കാര്യങ്ങളിലും അവിടെ എ കെ ബാലൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എ കെ ബാലനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിമർശിക്കുമ്പോൾ ഉടനെ ചെണ്ടയല്ല എന്നുള്ള വാദവുമായിട്ട് അല്ലല്ല, എ കെ ബാലൻ ധൈര്യമുള്ള യുക്തിബോധമുള്ള വഴിയിൽ കൊട്ടാനുള്ള ചെണ്ടയില്ല എന്നുള്ളത് എ കെ ബാലൻ പറഞ്ഞല്ലോ. അത് എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങൾക്ക് പരിഹസിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ കാർട്ടൂൺ വരച്ചോളൂ, നിങ്ങൾ എന്ത് വേണേ പറച്ചോളൂ. പക്ഷെ നിങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേര് കൂടോത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ കൂടോത്ര വിവാദത്തിൽ ഇതിനെ മുഴുവൻ തള്ളിപ്പറയാൻ ഏത് കോൺഗ്രസ് നേതാവ് വന്നു? അബിൻ വർക്കി അല്ലാതെ. ശ്രീ എൻ ശ്രീകുമാർ, നേരത്തോട് നേരമായല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പത്രസമ്മേളനം നടത്തി നിങ്ങൾ കണ്ടില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തി ഭംഗിയായിട്ട് പറഞ്ഞു ബൂത്തിൽ പോകൂ, കൂടോത്രത്തിന് പിന്നാലെ പോകാതെ ബൂത്തിൽ പോയി പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നു, അബിൻ വർക്കിയും പറയുന്നു. അപ്പോൾ ശരി, യൂത്ത് കോൺഗ്രസ് പറയുന്നു, യൂത്ത് കോൺഗ്രസ് പറയുന്നു, യൂത്ത് കോൺഗ്രസ് പറയുന്നു യൂത്ത് കോൺഗ്രസ് ആരെ അഭിപ്രായം ഈ കൂടോത്രത്തിനെതിരായ തീരുമാനമാണ്. യൂത്ത് കോൺഗ്രസ് ആരെ തിരുത്തുന്നു ശ്രീ എൻ ശ്രീകുമാർ? യൂത്ത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കളെ തിരുത്താനുള്ള സമ്മർദ്ദ ശക്തിയാണ് യൂത്ത് കോൺഗ്രസ്. 1960-കളിൽ യൂത്ത് കോൺഗ്രസിനെ പ്രഷർ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. അന്നത്തെ യൂത്ത് കോൺഗ്രസിലേക്ക് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് ആ ഒരു ചിന്തകളിലേക്ക് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടി വന്നതാണോ? അന്നത്തെ പ്രഷർ ഗ്രൂപ്പിന് അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണോ പ്രവർത്തിക്കേണ്ടി വന്നത്? എന്തൊരു ഗതികേടാണ് 2024 നിങ്ങൾ ചർച്ച ചെയ്ത വിഷയം. നിങ്ങൾക്ക് ഇതിനെ കോൺഗ്രസിന്റെ നേതാക്കളെ അന്ധവിശ്വാസികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് CPM-നെ പരിഹസിക്കാനുള്ള വിഷയമാണെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഇല്ലാത്ത വിഷയത്തെ നമ്മൾ വ്യാഖ്യാനിച്ചു വലുതാക്കി അത് KPCC ചാർത്തി കൊടുക്കാൻ ഒരു കോൺഗ്രസ് പക്ഷപാതിയായ എനിക്ക് വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ശ്രീ ഹരി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ സനോജ് ഇടപെടുന്നത്? അല്ലെ, എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ സനോജ് ഇടപെടുന്നത്? അതാണ് രാഷ്ട്രീയം. അല്ലെ, സനോജ് എന്തിനാണ് ഇത്ര ആവേശം കാണിക്കുന്നത്? ഞാൻ പറയുമ്പോൾ സനോജ് തിരിച്ചുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള ആവേശമുണ്ടല്ലോ, അതുപോലെ അവർക്കും ആവേശമാകാമല്ലോ. അവർക്കൊരു വിഷയം കിട്ടുമ്പോൾ അത് നടപ്പുള്ള കാര്യമല്ല. അല്ല, അവര് വിഷയം അവരുടെ വിഷയം ഞാൻ പറഞ്ഞത് അവരുടെ വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ വിഷയം പറഞ്ഞപ്പോൾ അതോടെ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത് താരതമ്യം ചെയ്യാൻ പാടില്ല. എന്താണ് താരതമ്യം? രക്ഷാപ്രവർത്തനവുമായിട്ടാണ് ഞാൻ താരതമ്യം ചെയ്തത്. മന്ത്രവാദിയുടെ രക്ഷാപ്രവർത്തനം അടിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ സനോജ് ഇങ്ങനെ തടസ്സപ്പെടുത്തില്ലേ? സാധാരണ മാന്യമായ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവായിട്ടാണ് ഞാൻ കാണുന്നത്. പ്ലീസ് എന്നെ സംസാരിക്കാൻ എനിക്ക് പക്ഷമുള്ളൊരു പത്രപ്രവർത്തകനാണ്. അത് മനസ്സിലാക്കൂ. KPCC ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ ചർച്ചയിൽ നിന്ന് തരാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല. കാരണം ഞാൻ ഈ പ്രസ്ഥാനത്തിനൊപ്പം വളർന്ന ഒരു പത്രപ്രവർത്തകനാണ്. യാ സംശയമില്ലാത്ത അപജയത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ ഗൗരവത്തിൽ ആലോചിച്ച് നേതാക്കൾക്ക് ഉപദേശം കൊടുക്കാനുള്ള അടുപ്പമെങ്കിലും താങ്കൾക്കുണ്ടല്ലോ. ഒന്ന് പരസ്യമായി പ്രതികരിക്കാൻ പറയും, തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതികരിക്കാൻ പറയും. കോൺഗ്രസ് പാർട്ടിയിൽ ആരും ഇല്ലാതെ പോയോ? ഇതുവരെയില്ല സനോജ്, ഇതുവരെയില്ല. സ്മൃതി, ഞാൻ പറഞ്ഞത് അറിയോ? നമ്മൾ കൊണ്ടുവരുന്ന ഓരോ വിഷയത്തെയും KPCCയുടെ തലയിൽ വെച്ചിട്ട് അതിന് മറുപടി പറയുന്നത് പറയരുത്. അല്ല സനോജ്, ഞാൻ പറയട്ടെ, സമയം കഴിഞ്ഞുകൊണ്ടാണ്. അല്ല സനോജ് എന്താ ഇത്ര ആവേശം? എന്താ ശ്രീകുമാർ പറഞ്ഞ അവസാനിപ്പിക്കും പെട്ടെന്ന്. സനോജ് എന്താ ഇത്ര ആവേശം? എന്നെ പറയാൻ അനുവദിക്കാവൂ. അല്ല, ഞാൻ എന്റെ KPCC നായകൻ DYFക്ക് പറയാൻ, DYFയുടെ ശബ്ദമില്ലാത്ത നാടല്ല യൂത്ത് കോൺഗ്രസ്. മനസ്സിലാക്കുക നിങ്ങൾ ആദ്യത്. യൂത്ത് കോൺഗ്രസിനെ പോലെ പെരുമാറാൻ കോൺഗ്രസിനെ തിരുത്തുമോ എന്ന് കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണത്തിന്, കൂടോത്രത്തെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണത്തിൽ വരുമോ എന്ന് നമുക്ക് കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.